അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. യർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ്സമാഇ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം ചെയ്താൽ ആകാശത്തിൻ്റെ അധിപനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങളോടും കാരുണ്യം ചെയ്യുന്നതാണ്. അതിനാൽ മൊത്തം കാരുണ്യത്തെ അല്ലാഹു തആല 100 വിഭജിക്കുകയും അതിൽ 99 പരലോകത്തേക്ക് വേണ്ടിയാണ് അല്ലാഹു തആല ഒരുക്കി വച്ചിരിക്കുന്നത്. ഒരൊറ്റ ഒരു കാരുണ്യം വെച്ചാണ് മാതാവ് മക്കളോട് ചെയ്യുന്ന കാരുണ്യം, പിതാവ് മക്കളോട് ചെയ്യുന്ന കാരുണ്യം, തള്ളപ്പക്ഷികൾ അതിൻ്റെ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന കാരുണ്യം, ഇവകളെല്ലാം ഒരൊറ്റ ഒരു കാരുണ്യം മാത്രമാണ്. ബാക്കി 99 പരലോകത്തേക്ക് വേണ്ടിയാണ് അല്ലാഹു തആല ഒരുക്കി വച്ചിരിക്കുന്നത്. അങ്ങനെ നാം അള്ളാഹുവിൻ്റെ പ്രീതിയിലായി നാം ജീവിക്കുവാനും അള്ളാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുകയും അത്തിഉല്ലാഹ വ റസൂലഹു, അള്ളാഹുവിനെയും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും നാം വഴിപ്പെട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക. അതുകൊണ്ടാണ് സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്, ഒരു സഹോദരനെ സഹായിക്കുന്ന കാലത്തോളം ആകാശഭൂമികളുടെ സംരക്ഷകനും സംവിധായകനുമായ അല്ലാഹു തആലയും നിങ്ങളെയും സഹായിക്കുന്നതാണ്. അങ്ങനെ നാം അള്ളാഹുവിൻ്റെ പ്രീതിയിലായി നാം ജീവിക്കുവാനും അള്ളാഹുവിലേക്ക് നാം മടങ്ങുവാനും നാം ശ്രമിക്കുക. അങ്ങനെ നാം അല്ലാഹു തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല കബൂലാക്കുകയും ചെയ്യുമാറാകട്ടെ.